Hello guys, welcome back to my YouTube channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. ബിക്കോസ് അത്രയും എക്സ്ട്രീം സൺ ടാനൊക്കെ അടിച്ച് അത്രയും ഡള്ളായിട്ട് ടാൻ അടിച്ചിരിക്കുന്ന ഈ കണ്ടീഷനിൽ നിന്ന് എൻ്റെ ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആക്കി ഈ ടാനൊക്കെ ഒന്ന് റിമൂവായി ഗ്ലോ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണയായി യൂസ് ചെയ്യുന്ന ഫേഷ്യലാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാൻ. എനിക്ക് ലഭിക്കുന്നത് പോലത്തെ ഒരു എൻ്റെ റിസൾട്ട് നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഓരോ പ്രോസസ്സ് ബൈ പ്രോസസ്സ് മസ്റ്റായിട്ട് കാണണം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹെഡ് ബാൻഡൊക്കെ വെച്ച് നമ്മുടെ ഹെയറിനെയൊക്കെ ഒന്ന് ഒതുക്കി ഫസ്റ്റ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ക്ലെൻസറാണ്. ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കാണ്, നമ്മുടെ സാധാരണ പാലാണ്. ഇതെടുത്ത് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഈ ഫേസ് നിങ്ങൾ വാഷ് ചെയ്യരുത്, വെള്ളം വെച്ച് വാഷ് ചെയ്യരുത്. പകരം എഗെയിൻ ഒരു കോട്ടൺ ബൗളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടൺ ക്ലോത്തോ എടുത്ത് ഈ ഫേസിലുള്ള ഈ റോ മിൽക്ക്, നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത റോ മിൽക്ക് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. രണ്ടാമതായിട്ട് നമ്മൾ യൂസാക്കാൻ പോകുന്നത് സ്ക്രബാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്താണ് സ്ലൈസ് ചെയ്ത് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൊമാറ്റോ ഈ പഞ്ചസാരയിൽ നമ്മളിങ്ങനെ മുക്കിയിട്ട് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ഫേസ് മസാജ് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഗെയിൻ ഞാൻ നേരത്തെ എടുത്ത ടൊമാറ്റോയുടെ അനദർ ഹാഫ്. ഓക്കെ, ആ പോർഷൻ എടുത്തിട്ട് കുറച്ച് ഇത് തേനാണ്. നേരെടുത്ത ആ ഒരു പകുതി തക്കാളിയിലേക്ക് കുറച്ച് തേൻ നമ്മളിങ്ങനെ ഒഴിക്കും. കൂടിപ്പോകരുത്. നമുക്ക് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വെച്ച് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഓർക്കുക, ഡൗൺവേർഡ്സ് അല്ല അപ്വേർഡ്സ് വേണം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ നല്ലൊരു ഫേസ് മസാജ് ഞാൻ കൊടുക്കുന്നുണ്ട്. മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. നമുക്ക് നേരെ ഫേസ് പാക്കിലോട്ട് പോകാം. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അഗെയിൻ ഞാൻ ഒരു ടൊമാറ്റോയുടെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് കോഫി പൗഡർ അഗെയിൻ ഇങ്ങനെ തന്നെ ഞാൻ കുറച്ച് ആ ടൊമാറ്റോയുടെ സ്ലൈസിലേക്ക് കുറച്ച് കോഫി പൗഡർ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് ഹണി വെച്ച് ഞാൻ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയാതെ ആ സെയിം സ്ലൈസിലോട്ട് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടാണ് അതിനെ ഞാൻ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ ഫേസിൽ ഞാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എൻ്റെ നെക്കിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിൽ ഫേസ് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഫേസും നെക്കും ഒരുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കളർ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് വാട്ടർ ഒന്ന് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നമ്മുടെ നോർമൽ വാട്ടറിൽ ഫേസ് കഴുകി കളഞ്ഞാൽ മതി. ഓക്കെ, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ,
ഏകദേശം ഇതൊരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എൻ്റെ ഫേസിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമായിരിക്കും ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. ഓക്കെ, നിങ്ങൾ 1 മിനിറ്റ് എഗെയിൻ എൻ്റെ കൈ വെച്ച് തന്നെ എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ടവൽ വെച്ച് ഫേസ് ഒന്ന് നന്നായിട്ട് തുടക്കരുത്. ഫേസ് ടവൽ വെച്ച് നന്നായിട്ട് ഇരുത്തി ഫേസ് തുടക്കരുത് ഒരിക്കലും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടതാണ്. നിങ്ങളും എൻ്റെ കൂടെ ലൈവായിട്ട് ഈ ഒരു ഫേഷ്യൽ പ്രൊസീജിയർ ഫുള്ളായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലാവും സ്റ്റാർട്ടിങ് ഓഫ് ദി വീഡിയോയിൽ എൻ്റെ ഫേസിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന്. ആ ഒരു കംപ്ലീറ്റ്ലി ഒരു 90% എബവ് ഉള്ള ആ ഒരു സൺ ടാനും ഡൾനെസ്സും മാറിയിട്ട് ഫേസ് നന്നായിട്ട് വൈറ്റൻ ആയിട്ടുണ്ട്, ഗ്ലോ ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബ്രൈറ്റൻ, ഞാൻ ഇരുന്ന ഷെയ്ഡിൽ നിന്ന് ഒരു 2 to 3 ഷെയ്ഡ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു വൈറ്റനിങ്, ബ്രൈറ്റനിങ്, ഗ്ലോവിങ് ഫേഷ്യൽ, DIY ഫേഷ്യൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. സോ ഗൈസ്, ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ഈസി 3 സ്റ്റെപ്പ് ഫേഷ്യൽ നിങ്ങൾ കണ്ടു. സീരിയസ്ലി ഇറ്റ് റിയലി വർക്കിംഗ് വെൽ ഗൈസ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരേക്കും ടാറ്റാ.